അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയൊരു പരിപാടിയാണ്. എൻജിൻ കേസ് പോളിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വിചാരിക്കുന്നു ചെയ്യണമെന്ന്. ഞാൻ എൻജിൻ കേസ് പോളിഷ് ചെയ്യാറുണ്ട്, വീഡിയോ ചെയ്തിടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, ഇത് പോളിഷ് ചെയ്ത് ഇട്ടതിൻ്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇത് പോളിഷ് ചെയ്യുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നാട്ടിലാണ്, ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഹോം ക്വാറൻറ്റൈനിലിരിക്കുകയാണ്. അപ്പോൾ സെയിം ഈ ഓട്ടോസോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് ഈ ഒരു ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് പോളിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല റഫ് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഡെനിം ക്ലോത്ത് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഇതാണ് എൻജിൻ്റെ ഒരു അവസ്ഥ. ഞാൻ കഴിഞ്ഞ മാസം പോളിഷ് ചെയ്തതാണ്. ഈ ഓട്ടോസോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒന്നല്ല, നമ്മൾ മന്ത്ലി വൺസൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഹാർഡ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോഴത്തെ അവസ്ഥയാണിത്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇനി ഇവിടുത്തെ നോർമൽ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ സ്റ്റെയിൻസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. അതെന്തായാലും നോക്കണം. അപ്പോൾ ആദ്യം തന്നെ എൻജിൻ കേസ് ഒന്ന് ഡീഗ്രീസ് ചെയ്യുക, നന്നായി ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോസോൾ അപ്ലൈ ചെയ്തിട്ട് പോളിഷ് ചെയ്ത് തുടങ്ങാം. ഈ സൈഡ് വളരെ മോശമാണ്. ഇതാ ഫുൾ വാട്ടർ മാർക്സ് ആണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവുന്നു. ഇത് കുറേ പേര് ടൂത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന അത്രയും റിസൾട്ടൊന്നും അതിൽ കിട്ടുന്നില്ല. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് ഇത് ഫുള്ള് കേസിൽ അപ്ലൈ ചെയ്ത് ഒന്നിച്ച് പോളിഷ് ചെയ്യുന്നതിൽ നല്ലത് നമ്മൾ ചെറിയ ചെറിയ പോർഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അതിങ്ങനെ ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത്രയും ഭാഗം ചെയ്യാം. അപ്ലൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ക്ലീൻ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോർഷനായിട്ട് ക്ലീൻ ചെയ്യാം. മൊത്തം അപ്ലൈ ചെയ്ത് വെക്കാം. അത് ഡ്രൈ ആവട്ടെ. എന്നിട്ട് റബ്ബ് ചെയ്ത് തുടങ്ങാം. ഞാൻ ബ്രഷ് കൊണ്ടൊക്കെ ഓൾറെഡി ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഈ കൈ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ അത്ര റിസൾട്ടൊന്നും കിട്ടിയില്ല. ഇതുതന്നെയാണ് അടിപൊളി. നല്ല മെനക്കെട്ട പണിയാണ്, വയ്യാതാവും. ഒരു ദിവസമൊക്കെ കൈയൊക്കെ നല്ല വേദനയുണ്ടാവും. പക്ഷെ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞ് അത് തിളങ്ങണ കാണുമ്പോൾ ഒരു സുഗന്ധം. എംബോസ് ചെയ്തതിൻ്റെ ഉള്ളിൽ ക്ലീൻ
അത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പണി തുടങ്ങാം. ഇതിങ്ങനെ ബ്ലാക്ക് കളറാവും. ആ ബ്ലാക്ക് കളറായി അതങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആവും. അത് കഴിഞ്ഞിട്ട് ക്ലോത്ത് യൂസ് ചെയ്ത് പോളിഷ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത് ബ്രഷ് കൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഡ്രൈ ആവട്ടെ. അത് കഴിഞ്ഞ് ആ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു എവിടത്തെ വെള്ളമായാലും പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഈ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ട് മഴവെള്ളം ആയിരിക്കുന്നതാണിത്. ആ സൈഡിനേക്കാളും വളരെ മോശമായ അവസ്ഥയാണ് ഇവിടെ. ഫുൾ വൈറ്റ് സ്പോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സൈഡ് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് എവിടെയും കൂടെ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതും സെറ്റ് ആയിക്കോളും. ഈ സൈഡൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നു. അത്രയും വാട്ടർ മാർക്കാണ്. കുറച്ച് പണി പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു റഫ് സർഫേസ് ഉള്ള മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കാം. അപ്പോൾ പണി തുടങ്ങാം. ആ പോളിഷ് ചെയ്ത ഭാഗത്തെ ഡിഫറൻസ് കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പോർഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല പണിയാണ്, പക്ഷേ അതിനുള്ള റിസൾട്ടും കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻജിൻ കേസ് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റത്തെ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണിത്. മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കേസ് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നല്ല പണിയുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്പുറത്തെ സൈഡ് തുടങ്ങാം. കൈയൊക്കെ വിറച്ചൊടുങ്ങി. ചില ഹാർഡ് സ്റ്റെയിനൊന്നും അത്ര ഫസ്റ്റ് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യണേലൊന്നും പോവില്ല. ഇതപ്പോൾ ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം വീണ്ടും വാട്ടർ മാർക്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്നും കൂടെ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സൈഡും തുടങ്ങാം. ഇത് നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പോളിഷ് ചെയ്ത് തുടങ്ങാം.
ലെഫ്റ്റ് സൈഡിലെ കേസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒറ്റ കോട്ട് അപ്ലൈ ചെയ്തിട്ടൊന്നും പോയില്ല. അതാ ഇപ്പോഴും നിങ്ങൾ കാണാം, ചെറുതായിട്ട് വാട്ടർ മാർക്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു വട്ടം കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത്തിരി പണിയാണ്, പക്ഷേ ഇത് ക്ലീനായി. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും ഒരു വട്ടം കൂടെ ചെയ്യട്ടെ. വീണ്ടും സ്റ്റെയിൻ ഉണ്ടായതൊക്കെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് ഒന്നും കൂടെ പോളിഷ് ചെയ്തു. അത്യാവശ്യം എല്ലാം പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് ചെറിയ സ്റ്റെയിൻ ഉണ്ട്. അത് വീണ്ടും ഒരു വട്ടം കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് റിസൾട്ട് കിട്ടുക. സംഭവം അടിപൊളിയാണ്. ഇനി ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ആകെ ഒരൊറ്റ വട്ടേ ചെയ്തുള്ളൂ. അവിടെ അതിന് മാത്രം സ്റ്റെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഇത്ര ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോസോൾ അടിപൊളിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. കുറച്ച് പണിയാണെന്ന് മാത്രം. ബഫിങ് മെഷീൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, അപ്ലൈ ചെയ്ത് വെക്കുക. മെഷീൻ യൂസ് ചെയ്ത് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അത് ഒരുപാട് പേര് ചെയ്ത് കണ്ടായിരുന്നു അങ്ങനെ. അത് ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീണ്ടും ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓട്ടോസോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം മിന്നി തിളങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.